1 അവർ. യെസ്, 1 അവറിൽ നമ്മൾ ഇന്ന് പവർ ബി ഐ പഠിക്കാൻ പോവാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ സോഴ്സിനെ പവർ ബി ഐയിലേക്ക് ലോഡ് ചെയ്യാമെന്നും ആ ലോഡ് ചെയ്ത ഡാറ്റ എങ്ങനെ ക്ലീൻ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യാമെന്നും എങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാമെന്നും പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട്സിനെ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നും ഷെയർ ചെയ്ത റിപ്പോർട്ട്സിനെ എൻഡ് യൂസേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നും ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഹലോ, വെൽക്കം ടു എസ്ക്വയർ ടെക്നോളജീസ്. സോ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കാണ് പവർ ബി ഐ എൻഡ് ടു എൻഡ് ഇൻ 1 അവർ. സോ നമ്മൾ പവർ ബി ഐ എന്നുള്ള ടൂൾ പഠിക്കാൻ പോവാണ്, അതും 3 മണിക്കൂറിനുള്ളിൽ. പവർ ബി ഐയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു അനാലിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടൂളിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾക്കത് പലർക്കും മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ് പവർ ബി ഐ എന്ന് അറിയാമായിരിക്കും. ബട്ട് എന്താണ് പവർ ബി ഐ, നമുക്ക് അതുകൊണ്ട് എന്താണ് യൂസ് ഉള്ളത്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവാണ് അബൌട്ട് എവറിത്തിങ് ഇൻ പവർ ബി ഐ. സോ പവർ ബി ഐ എൻഡ് ടു എൻഡ് എന്നാണ് ഈ വീഡിയോയുടെ പേര് തന്നെ. സോ നിങ്ങൾ പവർ ബി ഐയിൽ ഒരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ പവർ ബി ഐയെ പറ്റി നിങ്ങൾക്ക് വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിലും യു ക്യാൻ ഫോളോ ദിസ്. സോ ആഫ്റ്റർ ഗോയിങ് ത്രൂ ദിസ് കോഴ്സ് നിങ്ങൾക്ക് എന്താണ് പവർ ബി ഐ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, റിപ്പോർട്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കിത് പബ്ലിഷ് ചെയ്യാം. സോ എവറിത്തിങ് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ദിസ് വീഡിയോ. അതും 3 മണിക്കൂറിൽ താഴെ മാത്രമേ സമയം ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു എൻഡ് ടു എൻഡ് പവർ ബി ഐ ഡെവലപ്പറായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം മാറാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈക്ക് ഫെമിലിയറൈസ് ദ പവർ ബി ഐ ഇൻ്റർഫേസ്. പവർ ബി ഐ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസിനെ നമുക്ക് ഫെമിലിയറൈസ് ചെയ്യണം. ബിക്കോസ് ഒരു ഇൻ്റർഫേസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. സോ ആ ടൂളിൻ്റെ ഇൻ്റർഫേസ് ഫെമിലിയറൈസ് ചെയ്യുന്നു. സോ ബിഫോർ ദാറ്റ് നമ്മൾ ടൂൾ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ദെൻ വി വിൽ ഫെമിലിയറൈസ് ദി ഇൻ്റർഫേസ്. അതിനുശേഷം വി വിൽ ലേൺ ടു കണക്ട് വിത്ത് വേരിയസ് ഡാറ്റ സോഴ്സസ്. സോ ഒരു പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിൽ ഒരു ഡാറ്റ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ഡാറ്റ പുള്ള് ചെയ്യാം, സോ ഏതൊക്കെ ഡാറ്റ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പവർ ക്വറി, പവർ ബി ഐയുടെ ഉള്ളിലുള്ള ഒരു ഡാറ്റ ക്ലീനിങ് ഫേസ് ആണ് പവർ ക്വറി എന്ന് പറയുന്നത്. സോ പവർ ക്വറിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡാറ്റ ക്ലീനിങ് ചെയ്യാം, ഇത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേൺ ടു ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് വിഷ്വൽസ്. സോ വൺസ് ഡാറ്റ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കാം. സോ നിങ്ങൾ പൈ ചാർട്ട്, ബാർ ചാർട്ട്, കോളം ചാർട്ട്, അങ്ങനെയുള്ള വിഷ്വൽസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ ചാർട്ട്സ് ഒന്നും കൂടാതെ വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ചാർട്ട്സ് ഞാൻ ഇതിൽ നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യിക്കും. സോ യു ക്യാൻ ലേൺ ടു ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് വിഷ്വൽസ് ഇൻ ദിസ് വീഡിയോ. അത് കൂടാതെ നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എൻഡ് യൂസേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കാം. സോ ഹൗ ക്യാൻ വി പബ്ലിഷ് ദിസ് റിപ്പോർട്ട് ആൻഡ് ഷെയർ ദിസ് റിപ്പോർട്ട് ടു ദി എൻഡ് യൂസേഴ്സ് ഓർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തിൻ 3 hours യു വിൽ ബി ഏബിൾ ടു ലേൺ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പവർ ബി ഐ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങാം. സോ പവർ ബി ഐ വൺ ഓഫ് ദ ടൂൾ ദാറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് പവർ ബി ഐ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു ടൂളാണ്, നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ടൂൾ ഫ്രം മൈക്രോസോഫ്റ്റ് ദാറ്റ് ടേൺസ് റോ ആൻഡ് മെസ്സി ഡാറ്റ ഇൻ ടു ക്ലിയർ വിഷ്വൽ സ്റ്റോറീസ്. സോ റോ ആയിട്ടുള്ള മെസ്സി ആയിട്ടുള്ള ഡാറ്റയെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ സ്റ്റോറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വിഷ്വലൈസേഷൻ ടൂളാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. സോ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ്, ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും, മോസ്റ്റ് ഓഫ് ദം ആർ യൂസിങ് മൈക്രോസോഫ്റ്റ്. സോ മൈക്രോസോഫ്റ്റ് 365 പാക്കേജിൽ വരുന്ന വൺ ഓഫ് ദി ടൂളാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൗൺലോഡഡ് ഫ്രം പ്ലേ സ്റ്റോർ. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഇതിന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. സോ ബേസിക്കലി ഇത് ഡാറ്റ ലൈക്ക് മില്യൺസ് ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ വളരെ ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റയെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വൽസ് ആയിട്ടും ചാർട്ട്സ് ആയിട്ടും റിപ്പോർട്ട്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് പവർ ബി ഐ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ വി ഹാവ് ടു ഗെറ്റ് ഡാറ്റ ഫസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു മെസ്സി ഡാറ്റയെ ക്ലിയർ വിഷ്വൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് പവർ ബി ഐ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് വേണ്ടത്? വി നീഡ് ഡാറ്റ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, പവർ ബി ഐയുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സ് എടുത്തതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് ദ ഡാറ്റ.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് സങ്കല്പിക്കുക. സോ വൺസ് യു ടേക്ക് എ സൂപ്പർ മാർക്കറ്റ്, അവിടെ നമ്മളിപ്പോൾ പോവാണ്. അവിടെ പോയി സപ്പോസ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, സേ ഡയറി മിൽക്ക് സിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. സോ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് പ്രോഡക്റ്റ് എടുത്തു, ഒന്നിലധികമോ പ്രോഡക്ട്സ് എടുക്കാം. സോ ആ പ്രോഡക്റ്റ് എടുത്തു, ദെൻ വി ഹാവ് ടു ഗോ ടു ദ ബില്ലിംഗ് സെക്ഷൻ അല്ലെ. ബില്ലിംഗ് സെക്ഷനിൽ ചെന്നാൽ ബില്ലിംഗ് സെക്ഷനിൽ അവർ സ്കാൻ ചെയ്യുന്നു. ആ പ്രോഡക്റ്റിന്റെ പുറകിൽ നിങ്ങൾ ഒരു QR കോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാർ കോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ആ ബാർ കോഡ് അവർ സ്കാനർ വഴി സ്കാൻ ചെയ്യുമ്പോൾ ആ ഡാറ്റ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ആവും, ദ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, സോ ആ ഒരു ഡാറ്റ നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടെ അവർ ബില്ലടിക്കുന്നു. നമ്മൾ ആ ബില്ലിന്റെ എമൗണ്ട് പേ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ആ ഒരു എൻട്രി അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഡാറ്റാ ബേസിലേക്ക് എൻ്റർ ആവുന്നു. സോ ഇങ്ങനെ ഒരു പേഴ്സൺ അല്ല, പല പേഴ്സൺസ് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ദിവസം ഓൺ ആൻ ആവറേജ് ഒരു 30 ആൾക്കാർ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം. ആൻഡ് ഈ സൂപ്പർ മാർക്കറ്റിന് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, ഒരു മാസം എത്ര റോ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് അവിടെ റെക്കോർഡായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്ര ട്രാൻസാക്ഷൻസ് ആയിരിക്കും അവിടെ റെക്കോർഡായിട്ടുണ്ടാവുക. ഇത് ഒരു മാസത്തെ കണക്കാണ്. ഇങ്ങനെ ഒരു വർഷം എടുത്താലോ, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടാവും. സപ്പോസ് എല്ലാ ദിവസവും റൺ ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണിതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 365 ദിവസം എത്രത്തോളം ഡാറ്റ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെ എത്രത്തോളം ഓർഡേഴ്സ് അവിടെ പ്രോസസ് ആയിട്ടുണ്ടാവും. ഇത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേ കേസ് നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലോ, അവിടെ ഒരു ദിവസം എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് പ്ലേസ് ആവുന്നതെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ? സോ അത് തന്നെ ഒരു ഇയർ എടുത്താൽ ജസ്റ്റ് ഇമാജിൻ ദ സൈസ്, എത്രത്തോളം പ്രോഡക്ട്സ് അല്ലെ എത്രത്തോളം ഓർഡേഴ്സ് അവിടെ വരുന്നു എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. സോ ഇത്രയും വലിയ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോസോഫ്റ്റ് പവർ BI പോലെയുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് എടുക്കാം. സോ ഇത്തരത്തിലുള്ള ഹ്യൂജ് വോളിയം ഓഫ് മെസ്സി ഡാറ്റ, മേ ബി അതൊരു എക്സൽ ഫയലിലായിരിക്കാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള സൈറ്റ് എടുക്കുവാണെങ്കിൽ എക്സൽ ഫയൽസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ഈ ഡാറ്റയുടെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ക്ലൗഡ് സ്റ്റോറേജസ് ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ ഏത് സോഴ്സിലാണ് നമ്മുടെ ഡാറ്റയെങ്കിലും ആ ഡാറ്റ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പവർ BIയിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കണക്ട് ടു ദ ഡാറ്റ സോഴ്സ് ആൻഡ് ഗെറ്റ് ദ ഡാറ്റ. സോ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡാറ്റ എക്സൽ ഫയൽസിലാവാം, SQL ഡാറ്റാബേസിലാവാം, അതും അല്ലെങ്കിൽ ക്ലൗഡ് വെബ്സൈറ്റ്സിലാവാം ഉണ്ടാവുന്നത്. സോ വേറെവർ ദ ഡാറ്റ ഈസ്, നമുക്ക് ആ ഡാറ്റ പുൾ ചെയ്യാം യൂസിങ് പവർ BI. സോ വൺസ് ഡാറ്റ പവർ BIയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ക്ലീനിങ് ഓർ ട്രാൻസ്ഫോമിങ് ദ ഡാറ്റയാണ്. അതായത് നമ്മൾ പുൾ ഔട്ട് ചെയ്യുന്ന ഡാറ്റയിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കാം, എറേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് നൾ വാല്യൂസ് അല്ലെങ്കിൽ empty വാല്യൂസ് ഉണ്ടായിരിക്കാം. ഡ്യൂപ്ലിക്കേറ്റ്സ്, നൾ വാല്യൂസ്, എറേഴ്സ്, empty റെക്കോർഡ്സ്, ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലുള്ള ഡാറ്റ കിട്ടുക. സോ ആ പ്രോസസ്സ് ആണ് പവർ BIയിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്ലീനിങ് ഓർ ട്രാൻസ്ഫോമിങ് ദി ഡാറ്റ. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റയെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനും പവർ BIക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റീഡ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് വിഷ്വലാക്കി മാറ്റാനും സാധിക്കുന്നു. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പവർ BI ഈസ് ക്ലീനിങ് ദ ഡാറ്റ ഓർ ട്രാൻസ്ഫോമിങ് ദ ഡാറ്റ. സോ വൺസ് ഡാറ്റ ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, വിഷ്വൽസ്, മാപ്പ് വിഷ്വൽസ്, അങ്ങനെ പലതരത്തിലുള്ള വിഷ്വലൈസേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 3. ഇപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ഈ പറഞ്ഞതൊക്കെ ആയിരിക്കാം. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടൈപ്പ് ഓഫ് വിഷ്വൽസ്. ഇത് കൂടാതെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വിഷ്വൽസ്, അറൌണ്ട് 256 വിഷ്വൽസ് പവർ BI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് അതർ വിഷ്വൽസ്, അതിലേക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ടു വിഷ്വലൈസ് ദ ഡാറ്റ. സോ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അതിനെ ഒരു പ്രോപ്പർ റിപ്പോർട്ടാക്കി മാറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ബാർ ചാർട്ട് സങ്കല്പിക്കുക. സോ ബാർ ചാർട്ടിൽ ഞാൻ ഒരു X-ആക്സിസിൽ പ്രോഡക്റ്റുകളാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക, Y-ആക്സിസിൽ റവന്യൂ. അപ്പോൾ നമുക്കറിയാം
സ്വാഭാവികമായിട്ടും ഏത് പ്രോഡക്റ്റ് ആണോ ഏറ്റവും കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ തന്നിട്ടുള്ളത് ആ പ്രോഡക്റ്റിന്റെ ഡാറ്റ ബാറിനായിരിക്കും ഹൈറ്റ് കൂടുതൽ. സോ ഇത്രയും ബൾക്കി ആയിട്ടുള്ള അല്ലെ മെസ്സി ആയിട്ടുള്ള ഒരു ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റയിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി ഏത് പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽ തന്നതെന്നുള്ളത് ഈ ഒരു ബാർ ചാർട്ടിൽ കൂടി മനസ്സിലാക്കാൻ പറ്റി. സോ ഇങ്ങനെയുള്ള ഡാറ്റയെ മെസ്സി ഡാറ്റയെ വിഷ്വൽസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് പവർ ബി ഐ പോലെയുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോൾ വൺ ഓഫ് ദ ലീഡിംഗ് ടൂൾസ് ആണ് പവർ ബി ഐ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ ടൂൾസ് ഇത് മാത്രമല്ല, ദർ ആർ എ ലോട്ട് ഓഫ് അതർ ടൂൾസ്, ബട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന വൺ ഓഫ് ദ വിഷ്വലൈസേഷൻ ടൂളാണ് പവർ ബി ഐ. സോ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എൻഡ് യൂസറിൽ എത്തിക്കണം. ഇപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് നമുക്ക് ഡാറ്റ അനാലിസിസിന് വേണ്ടി തന്നിട്ടുള്ളതെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറിനെ നമുക്ക് കാണിക്കണം, ഓക്കെ ഈ പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽ ആയത്, അല്ലെങ്കിൽ ഈ മന്തിലാണ് കൂടുതൽ സെയിൽസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം സെയിൽസ് കുറയാൻ കാരണം. സോ ഇങ്ങനെയുള്ള റീസൺസ് നമുക്ക് എൻഡ് യൂസേഴ്സിന് മുമ്പിലേക്ക് എത്തിക്കണം. അതിനായി നമുക്കതിനെ ദർ ആർ ഡിഫറെന്റ് അതർ വേസ്. നമുക്കതിനെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവർക്ക് ഒരു PDF ഫയൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു PPT ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് ആയിട്ടോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് പവർ ബി ഐയുടെ 3 സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. കണക്ടിങ് ടു ദ സോഴ്സ്, ക്ലീനിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് ദ ഡാറ്റ, ആൻഡ് ഫൈനലി വിഷ്വലൈസിങ് ദ ഡാറ്റ. Okay, so first of all, let us see how we can download Power BI Desktop. അതിനായിട്ട് ഞാനിവിടെ സെർച്ച് ബാറിൽ യു ക്യാൻ സെർച്ച് ഫോർ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ വൺസ് യു ഓപ്പൺ ഇറ്റ്, സ്റ്റോറിൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ യു ക്യാൻ സി എ സെക്ഷൻ വേർ യു ക്യാൻ സെർച്ച് ഫോർ പവർ ബി ഐ. ഇപ്പൊ ഈ സെർച്ച് ബാറിൽ സെർച്ച് ഫോർ പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. So if you click on Power BI Desktop, or if you search for Power BI Desktop, ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സോ ഇൻ മൈ ലാപ്ടോപ്പ് ഇറ്റ് ഇസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. സോ എനിക്കിവിടെ ഓപ്പൺ എന്നൊരു ബട്ടൺ ആയിരിക്കും കാണാൻ പറ്റുക. ബട്ട് ഇഫ് യു ആർ ന്യൂ ടു ദിസ്, യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് സെക്ഷൻ. ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ദ പേജ് ലൈക്ക് ദിസ്. ഇതിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഓപ്പൺ ബട്ടൺ നിങ്ങൾക്ക് ഗെറ്റ് എന്നൊരു ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ഓർ സംതിങ് സിമിലർ ടു ദാറ്റ്. Just click on that button, it will start the download. Once the download is complete, you will see a button like this. Open എന്നൊരു ബട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. And if you click on this open button, it will open up the Power BI Desktop for you. So simple on installation. With this, you can install Power BI Desktop on your computer. So after you open the Power BI Desktop, ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓൺ ദ ടോപ്പ് നിങ്ങൾക്ക് ഹോം ടാബ് കാണാം, ദെൻ ഒരു ഓപ്പൺ ഫോൾഡർ ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഓപ്പൺ ദ റീസെന്റ് ഫയൽസ് യു ഹാവ് വ്യൂഡ്. പിന്നെ അഗെയിൻ ഈ കാണുന്നതെല്ലാം ഡാറ്റ സോഴ്സ് കണക്ടേഴ്സ് ആണ്. ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഹിയർ. പിന്നെ ഈ കാണുന്ന OneLake ഡാറ്റ കാറ്റലോഗ്, Excel workbook, SQL server, ഇതെല്ലാം ഡാറ്റ സോഴ്സസ് ആണ്. സോ ഫ്രം ഡിഫറെന്റ് ഡാറ്റ സോഴ്സസ് യു ക്യാൻ കണക്ട് ടു പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ ഇൻട്രോ പേജ് വേർ യു വിൽ സി ഡീറ്റെയിൽസ് അബൌട്ട് പവർ ബി ഐ. ലൈക്ക് യു ക്യാൻ ലേൺ ഇഫ് യു ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്. പിന്നെ താഴെ യു വിൽ സി ഡിഫറെന്റ് ഫയൽസ്, പവർ ബി ഐ ഫയൽസ് യു ഹാവ് റീസെന്റ് ഓപ്പൺഡ് ഓർ യൂസ്ഡ്. ഓക്കെ, സോ ഇനി നമുക്കൊരു ഡാറ്റ എങ്ങനെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ലോഡ് ചെയ്യാൻ നോക്കാം. സോ ഫോർ ദാറ്റ് ഞാനൊരു എക്സൽ ഫയലാണ് എടുത്തിരിക്കുന്നത്. സോ ഇൻ ദിസ് എക്സൽ ഫയൽ ഐ ഹാവ് എ ടേബിൾ. ഇതിൽ ഡേറ്റ് കോളം ഉണ്ട്, പ്രൊഡക്റ്റ്, കാറ്റഗറി, സെയിൽസ് റെപ്പ്, സിറ്റി, നമ്പർ ഓഫ് യൂണിറ്റ്സ്, പ്രൈസ് ആൻഡ് എമൗണ്ട്. ഇത്രയും കോളംസ് ആണ് എനിക്കുള്ളത്. സോ ഈ ഒരു ഡാറ്റ ഞാൻ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് ലോഡ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് മീ ഓപ്പൺ പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. ഒരു ബ്ലാങ്ക് റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് ബ്ലാങ്ക് റിപ്പോർട്ട്. സോ വൺസ് യു ഓപ്പൺ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ പറ്റുക ഇഫ് യു ഓപ്പൺ എ ബ്ലാങ്ക് റിപ്പോർട്ട്. അപ്പോൾ ഞാൻ ലോഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ ഇറ്റ് ഈസ് ഇൻ ആൻ എക്സൽ ഫയൽ. സോ വെൻ യു ഓപ്പൺ ദിസ് ഓർ വെൻ യു ഗോ ടു ദ ഹോം ടാബ് ഓഫ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ എന്നൊരു
സെക്ഷൻ കാണാം. സോ ഈ ഡാറ്റ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഡാറ്റ കണക്ടേഴ്സ്. അപ്പൊ ഈ ഡാറ്റ കണക്ടേഴ്സിൽ നമുക്ക് ഡിഫറെന്റ് ഡാറ്റ സോഴ്സസ് പവർ ബി ഐ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ സോഴ്സസ് അവൈലബിൾ ആണ്. സോ വിച്ച് എവർ ഈസ് യുവർ ഫയൽ യു ക്യാൻ സെലക്ട് ദാറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഗെറ്റ് ഡാറ്റ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു ദ മോർ ഓപ്ഷൻ ആൻഡ് it will list out all the data sources that are supported by Power BI. അപ്പൊ ഞാനൊരു എക്സൽ ഫയലിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഐ വിൽ ഗോ വിത്ത് എക്സൽ വർക്ക് ബുക്ക്. ദെൻ യു ക്യാൻ ക്ലിക്ക് ഓൺ ദ കണക്ട് ബട്ടൺ. സോ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ദി ഓപ്ഷൻ ലൈക്ക് ദിസ്. അവിടെ നിങ്ങളുടെ ഡാറ്റ എവിടെയാണോ യു ക്യാൻ ചൂസ് ദാറ്റ്. Okay, so this is my file. So I'm selecting the file, then click on the open button. So Power BI is creating a connection with your dataset. Once a connection established, you will see a navigator like this. But navigator, wherever your data is, you can go to that table. So enter data, table 1. So select it. Once you select it, you can see the preview of the table on the right side. And ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ the data source or the table you want is selected. ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ you can click on the load button. So let me click on the load button. Once data like load ആയി കഴിഞ്ഞാൽ you can see the table in the data pane. It is loading. Which may take some time depending upon the size of the data you are loading. So once data load ആയി കഴിഞ്ഞാൽ ഡാറ്റ പെയിനിൽ നമുക്ക് ആ ടേബിൾ കാണാം. സോ ടേബിൾ 1 is listed here. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കോളംസും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ആൻഡ് റൈറ്റ് നൗ വി ആർ ഓൺ ദ റിപ്പോർട്ട് വ്യൂ. സോ റിപ്പോർട്ട് വ്യൂവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇഫ് യു സ്വിച്ച് ടു ദ ടേബിൾ വ്യൂ, നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ടേബിൾസും ആ ടേബിളിലുള്ള ഡാറ്റയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ആൻഡ് ഇഫ് യു ഗോ ടു ദ മോഡൽ വ്യൂ, യു ക്യാൻ സീ ദ ഡാറ്റ മോഡൽ. ഇപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ ടേബിൾസ്, ആ ടേബിൾസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇതില് ഈ ഒരു പേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. സോ ദീസ് ആർ ദ മെയിൻ വ്യൂസ് ഓഫ് പവർ ബി ഐ ഡെസ്ക്ടോപ്പ്. ലെറ്റ് മീ ഗോ ടു ദ റിപ്പോർട്ട് വ്യൂ. സോ ഞാനിവിടെ ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റയില് it has to be modified. എനിക്ക് ഈ ഡാറ്റ ഇതുപോലെയല്ല, I have to do some modifications in this data. So if you want to do some modifications, if you want to edit your data before visualizing, അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ട്രാൻസ്ഫോം ഡാറ്റ. സോ ട്രാൻസ്ഫോം ഡാറ്റ, ഓൾസോ നോൺ ആസ് പവർ ക്വറി എഡിറ്റർ, അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു കണക്ട്, പ്രിപ്പയർ ആൻഡ് ട്രാൻസ്ഫോം യുവർ ഡാറ്റ. നമ്മുടെ ലോഡ് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് ഓർ ചേഞ്ചസ് അല്ലെങ്കിൽ എറേഴ്സ് ഉള്ളത് കറക്റ്റ് ചെയ്യാൻ, നൾ വാല്യൂസ് ഓർ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് വി ക്യാൻ കണക്ട് ടു ദ പവർ ക്വറി എഡിറ്റർ. സോ ലെറ്റ് മീ ക്ലിക്ക് ഓൺ ട്രാൻസ്ഫോം ഡാറ്റ. ട്രാൻസ്ഫോം ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് എ ഡിഫറെന്റ് വിൻഡോ ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് ദ പവർ ക്വറി എഡിറ്റർ പേജ് ഓർ സ്ക്രീൻ. So under the queries section, you can see on the left hand side, നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ടേബിൾസിനെയും അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. സോ റൈറ്റ് നൗ ഐ ഹാവ് ലോഡഡ് ഓൺലി 1 ടേബിൾ. സോ ആ ഒരു ടേബിൾ നമുക്ക് ഇവിടെ കാണാം. ആൻഡ് സി ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ടേബിൾ, നമുക്ക് ഈ ടോപ്പിൽ കാണുന്നത് വാട്ട് ഓൾ തിങ്സ് യു ആർ സീയിങ് ഓൺ ദ ടോപ്പ്, ഇതാണ് ടേബിൾ കോളം ഹെഡേഴ്സ്. ആൻഡ് അതിന്റെ ലെഫ്റ്റിൽ കാണുന്ന ഈ ABC ഓർ ദിസ് കലണ്ടർ സിമ്പിൾ or this 1, 2, 3, ഇതെല്ലാം data types of the selected columns ആണ്. ഇതിനെല്ലാം we call them, all these are the data types of the column. Suppose if you want to change the data type, for example, ഇവിടെ പ്രൈസിനെ ഹോൾ നമ്പർ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. Suppose you want to convert it into decimal, you can just click on this 1, 2, 3 icon. അതില് നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. And once you select that, ഇവിടെ change column type എന്നൊരു പോപ്പപ്പ് വരും. You can just go for it.
സോ പ്രൈസിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തു. സോ ലൈക്ക്വൈസ് യു ക്യാൻ കറക്റ്റ് യുവർ ഡാറ്റ. അതുപോലെ ഹിയർ ഇൻ ദിസ് സിറ്റി കോളം ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റി നെയിം ഒരു റോയിൽ ദ വാല്യൂ ഇസ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അത് ഇറ്റ് ഇസ് നോട്ട് ഇൻ എ പ്രോപ്പർ ഓർഡർ. അപ്പൊ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യണം. ഇഫ് യു വോണ്ട് ടു ലൈക്ക് റീപ്ലേസ് ദിസ് ബാംഗ്ലൂർ ഇൻ ടു എ പ്രോപ്പർ കേസ്, we can search for it and replace it. So ഞാൻ അതിനായിട്ട് ഇവിടെ സിറ്റി എന്നുള്ള കോളം സെലക്ട് ചെയ്തു. ഇൻ ദ ഹോം ടാബ് യു ക്യാൻ ഫൈൻഡ് എ ട്രാൻസ്ഫോം ഗ്രൂപ്പ്. അപ്പൊ അതിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ റീപ്ലേസ് വാല്യൂസ്, വിച്ച് വിൽ ഓപ്പൺ അപ്പ് എ പോപ്പ് ലൈക്ക് ദിസ്. അപ്പൊ അതിൽ നമുക്ക് വാല്യൂ ടു ഫൈൻഡ് കൊടുക്കേണ്ടത് ബാംഗ്ലൂർ എന്നാണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്, ബി ഇൻ സ്മോൾ ലെറ്റേഴ്സ്. So this is the value to find, and it has to be replaced with a proper case Bangalore. So and now if you click OK, our data change. So in this way you can do data cleaning according to your requirements. And once data cleaning complete you can click on close and apply. So if you come to the home tab, ഇതിൽ ക്ലോസ് ആൻഡ് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ വൺസ് യു ക്ലിക്ക് ഓൺ ക്ലോസ് ആൻഡ് അപ്ലൈ, ഓൾ ദ ചേഞ്ചസ് വിൽ ബി സേവ്ഡ് ഇൻ പവർ ക്വറി എഡിറ്റർ ആൻഡ് ഇറ്റ് വിൽ ബി എക്സിറ്റഡ് ഫ്രം ക്വറി എഡിറ്റർ. അപ്പൊ ഇതിൽ ഞാനിപ്പോൾ ചെയ്ത സം ജനറൽ ചേഞ്ചസ് ആണ്. ഇത് കൂടാതെ യു ക്യാൻ പെർഫോം ടെക്സ്റ്റ് ട്രാൻസ്ഫർമേഷൻസ്, നമ്പർ ട്രാൻസ്ഫർമേഷൻസ് ഓർ ഡേറ്റ് ആൻഡ് ടൈം റിലേറ്റഡ് ട്രാൻസ്ഫർമേഷൻസ്. സോ നിങ്ങളുടെ ഡാറ്റയിൽ ഏത് സോർട്ട് ഓഫ് ക്ലീനിങ് ആണോ ആവശ്യം, depending upon your needs, you can choose any of these transformations. So let me go to the home tab and click close and apply. Select close and apply. Now Power Query Editor exit and with all the changes we have made, data Power BI desktop reload item. Okay, so now all the changes are made. Yeah, so after completing the data cleaning process, we can start creating the visualizations. Now, visuals create. So I'm going to create a visual now. In product wise amount I want to create a visual representing product and amount. So I'm selecting the column product. So it is listing out the products in a table format. And along with it, I'm going to take amount. So amount so I'm selecting amount. So it is giving me the total amount for each product. Now, this is a table visual, but I want it to be displayed as a column chart. You can go to the visualization pane. So next to the data pane, you can see visualization pane. Visualization pane all the supported visuals of Power BI desktop namukku ivide list out edukana. So idil ippo highlight aayirikkunnathu oru table visual aanu. So you are seeing a table visual here, but enikku idu vendathu oru column chart aayittaanu. So from this list you can select a column chart. So I am selecting a stacked column chart, and as you can see, the data has been immediately converted into a column chart like this. So on the x-axis, you can see the products. On the y-axis, you can see the sum of amount. And here you can see the column chart. So, ഇങ്ങനെയാണ് നമുക്കൊരു visual create ആയി വന്നിരിക്കുന്നത്. So this visual has this white color background. All the data bars have blue colors. അല്ലെ, ഇതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റിൽ ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും ബ്ലൂ കളർ ഡാറ്റ ബാർസും ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ ഫോൺസിന്റെയും സൈസ് ചെറുതാണ്. സോ ഇഫ് യു വാണ്ട് ടു ഫോർമാറ്റ് ഇറ്റ്, നമുക്ക് ഇതിനെ ഒരു ഫോർമാറ്റ് ചെയ്തൊരു പ്രോപ്പർ വിഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാം. സോ ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ദ ഫോർമാറ്റ് പെയിന്റർ, ഫോർമാറ്റ് യുവർ വിഷ്വൽ സെക്ഷൻ. വിഷ്വലൈസേഷൻ പെയിനിൽ നമുക്ക് ഫോർമാറ്റ് യുവർ വിഷ്വൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. So if you click on that, it will list out all the options. നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. So first of all,
നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് മേക്ക് ഷുവർ ദാറ്റ് ദ വിഷ്വൽ ഈസ് സെലക്ടഡ്. വിഷ്വൽ സെലക്ടഡ് ആണെന്ന് ഉറപ്പാക്കുക. സോ വിഷ്വൽ സെലക്ടഡ് ആണെങ്കിൽ മാത്രമേ ഫോർമാറ്റ് ഓപ്ഷൻ ഡിസ്പ്ലേ ആവുള്ളൂ. സോ ഞാൻ വിഷ്വൽ സെലക്ട് ചെയ്തു. സോ വിഷ്വലൈസേഷൻ പെയിനിൽ ഇഫ് യു ക്ലിക്ക് ഓൺ ദിസ് ഫോർമാറ്റ് യുവർ വിഷ്വൽ സെക്ഷൻ, അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. സോ ഇതിൽ ലെറ്റ് മീ ഗോ വിത്ത് ദി എക്സ് ആക്സിസ്. ഇതിൽ എക്സ് ആക്സിസ് എന്നുള്ള സെക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ് ആക്സിസിലെ ഈ വാല്യൂസിന്റെ, അതായത് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ള വാല്യൂസിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എക്സ് ആക്സിസിന്റെ ടൈറ്റിൽ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ ഐ ക്യാൻ പെർഫോം എവറിത്തിങ് ഫോർ ദി എക്സ് ആക്സിസ്, എവറി ഫോർമാറ്റിംഗ് ഫോർ ദി എക്സ് ആക്സിസ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യുവാണ്. ഐ എം മേക്കിംഗ് ഇറ്റ് ആസ് എ ടൈംസ് ന്യൂ റോമൻ. ദെൻ അതിന്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ലൈക്ക് ദിസ്. Then if you want to see the font in a bold format, നമുക്ക് ബോൾഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം. Then കളർ ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ചൂസ് എ കളർ. Then ടൈറ്റിൽ എന്നുള്ള സെക്ഷൻ എക്സ്പാൻഡ് ചെയ്താൽ യു ക്യാൻ ഫോർമാറ്റ് ഓർ എഡിറ്റ് ദ ടൈറ്റിൽ ഓഫ് ദിസ് വിഷ്വൽ. സോ ഇപ്പൊ ബൈ ഡിഫോൾട്ട് അത് പ്രോഡക്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ column name you have selected. അപ്പോൾ if you want to give a different name, നമുക്ക് പ്രോഡക്റ്റിന് പകരം പ്രോഡക്റ്റ് നെയിം എന്നോ പ്രോഡക്ട്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കത് ഈ ടൈറ്റിൽ ടെക്സ്റ്റിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇത് പ്രൊഡക്റ്റ് എന്ന് തന്നെ കീപ്പ് ചെയ്യുവാണ്. ലെറ്റ് ഇറ്റ് ബി ദ പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്. ദെൻ താഴോട്ട് കാണുന്നതെല്ലാം, താഴെ കാണുന്ന ഓപ്ഷൻസ് എല്ലാം ആ എക്സ് ആക്സിസ് ടൈറ്റിലിനെ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. Then you can come down to y-axis. Y-axis you can adjust the range. You can convert it to logarithmic scale. Range invert ചെയ്യാൻ പറ്റും. Then ഈ ഓരോ വാല്യൂന്റെയും സൈസിനെയും കളറിനെയും ഫോണ്ടിനെയും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ് ആക്സിസിന്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തതുപോലെ വൈ ആക്സിസിന് കസ്റ്റം ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഫ്രം ഹിയർ. So every project, Power BI project should have a home page. ഒരു ഹോം പേജ് ഉണ്ടാവണം. സോ ഹോം പേജിൽ നമ്മുടെ ഡാറ്റയെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രോ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് കൂടാതെ ഹോം പേജിൽ നിന്ന് എല്ലാ പേജസിലേക്കും നാവിഗേഷൻസ് കൊടുക്കണം. വിച്ച് മീൻസ് ഹോം പേജിൽ നിന്നാൽ എനിക്ക് സെയിൽസ് ഓവർവ്യൂ എന്ന ഈ പേജിനെയും മന്ത്ലി റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പേജിനെയും ആക്സസ് ചെയ്യാൻ പറ്റണം. അത് കൂടാതെ മന്ത്ലി റിപ്പോർട്ട് എന്നുള്ള പേജിൽ നിന്നാൽ എനിക്ക് ഹോം പേജിനെയും അതുപോലെ തന്നെ സെയിൽസ് ഓവർവ്യൂവിനെയും ആക്സസ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി എല്ലാ പേജസിൽ നിന്നും എല്ലാ പേജസിലേക്കുമുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും റിപ്പോർട്ട് ഫുൾ ആവുന്നത്. സോ ഞാൻ ഈ റിപ്പോർട്ടിന് എങ്ങനെ ഒരു ഹോം പേജ് ആഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു നോർമൽ ന്യൂ പേജ് ആഡ് ചെയ്തു. പേജിന് ഞാൻ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ഹോം. സോ ഹോം പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷ്വൽസോ ഐക്കൺസോ അല്ലെങ്കിൽ കമ്പനി, ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ലോഗോ, ആ കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു പേജിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും അത് കൂടാതെ നമ്മുടെ പ്രൊജക്ടിന്റെ ടൈറ്റിലും ഈ ഒരു പേജിൽ ആഡ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഓൾറെഡി പേജിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് സെയിം വേ യു ക്യാൻ ആഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, യു ക്യാൻ ആഡ് എ വാൾപേപ്പർ, ഓൾസോ ഒരു ടെക്സ്റ്റ് ബോക്സോ ഒരു ഇമേജോ ഒക്കെ സിമിലർ വേയിൽ ആഡ് ചെയ്യാം. ആസ് യു ക്യാൻ സി, ഞാനിവിടെ ഒരു ഹോം പേജ് ആഡ് ചെയ്തു, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽ ആഡ് ചെയ്തു, ദെൻ ദ ടൈറ്റിൽ സെയിൽസ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഈ പ്രോജക്റ്റിന്റെ ഒരു സമ്മറി. സോ വാട്ട് ദിസ് ഡാറ്റ സെറ്റ് ഇസ് ഓൾ അബൌട്ട് എന്നുള്ള ഒരു സമ്മറി കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹോം പേജിനെ ഞാൻ ഫസ്റ്റ് പേജ് ആയിട്ട് മൂവ് ചെയ്തു. യു ക്യാൻ സിംപ്ലി മൂവ് ഇറ്റ് ലൈക്ക് ദിസ്. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേജിന്റെ പൊസിഷൻ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഓൾസോ ഞാൻ ഇവിടെ ഒരു സമ്മറി പേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ മൈ റിപ്പോർട്ട് വാട്ട് ആർ ദ കീ ഫൈൻഡിങ്സ്, അതിന് ഞാനിവിടെ ഒരു സമ്മറി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ആഡഡ് ആസ് ദ ലാസ്റ്റ് പേജ്.
ഇതിനെ സമ്മറി എന്ന് നമുക്ക് റീനെയിം ചെയ്യാം. Okay, so I have the home page, then the page with the reports, and then the summary. Now, എനിക്ക് ഓരോ പേജിൽ നിന്നും നാവിഗേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. സോ ഫോർ ദാറ്റ് ഞാൻ ഫസ്റ്റ് പേജ് നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായി ഞാൻ ഇൻസേർട്ട് ടാബിൽ വന്നു. ബട്ടൺസ് എന്നുള്ള സെക്ഷൻ എക്സ്പാൻഡ് ചെയ്യുക. അതിൽ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. സോ ദീസ് ആർ ദ ബട്ടൺസ് ഐ ക്യാൻ ആഡ് ടു മൈ പവർ ബി ഐ റിപ്പോർട്ട്. അതിൽ ഞാൻ നാവിഗേറ്റർ ചൂസ് ചെയ്തു. ഐ എം ഗോയിങ് ഫോർ പേജ് നാവിഗേറ്റർ. സോ വൺസ് ഞാൻ പേജ് നാവിഗേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിപ്പോർട്ടിൽ ഒരു ബട്ടൺ സെറ്റ് ഫോമായി. അപ്പൊ ഈ ബട്ടൺ സെറ്റ് നോക്കിയാൽ അറിയാം, ഇതെല്ലാം എൻ്റെ പേജസിലേക്കുള്ള റിപ്പോർട്ടിലുള്ള ഡിഫറെന്റ് പേജസിലേക്കുള്ള ബട്ടൺസ് ആണെന്ന് മനസ്സിലാക്കാം. സപ്പോസ് എനിക്ക് സെയിൽസ് ഓവർവ്യൂ എന്നുള്ള പേജിലേക്ക് പോകണമെങ്കിൽ ഐ ക്യാൻ ക്ലിക്ക് ഓൺ ദ ബട്ടൺ. സോ കൺട്രോൾ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സെയിൽസ് ഓവർവ്യൂ എന്നുള്ള പേജ് ബട്ടൺ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ടേക്കൺ ടു സെയിൽസ് ഓവർവ്യൂ. ഇതുപോലെ തന്നെ മന്ത്ലി റിപ്പോർട്ടിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, മന്ത്ലി റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. സിമിലർലി യു ക്യാൻ ഈവൻ ഗോ ടു ദ സമ്മറി പേജ്. ഓക്കെ, സോ ഹോം പേജിൽ നിന്ന് മറ്റ് പേജസിലേക്കുള്ള കണക്ഷൻസ് സെറ്റായി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റുള്ള പേജസിൽ നിന്ന് ഹോം പേജിലേക്കും കണക്ഷൻസ് ആഡ് ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ബട്ടൺസ് ആഡ് ചെയ്യാം. സോ ബട്ടൺസിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ ബട്ടൺസ് ആഡ് ചെയ്ത് നമുക്ക് കണക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സെയിൽസ് ഓവർവ്യൂ പേജിൽ ഒരു റൈറ്റ് ആരോ ആൻഡ് ലെഫ്റ്റ് ആരോ ബട്ടൺ ആഡ് ചെയ്തു. സോ ഈ റൈറ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മന്ത്ലി റിപ്പോർട്ട് എന്നുള്ള പേജിൽ പോകണം. ലെഫ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം എന്നുള്ള പേജിലും പോകണം. സോ ഫോർ ദാറ്റ് ഞാൻ റൈറ്റ് ആരോ ബട്ടൺ സെലക്ട് ചെയ്തു. ഫോർമാറ്റ് ബട്ടൺ സെക്ഷനിൽ ആക്ഷൻ എന്നുള്ള സെക്ഷൻ ഓൺ ചെയ്യാം, അത് എക്സ്പാൻഡ് ചെയ്യുക. ടൈപ്പ് സെലക്ട് ചെയ്യുക ആസ് പേജ് നാവിഗേഷൻ. സോ പേജ് നാവിഗേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എന്നൊരു ഡ്രോപ്പ് ഡൗൺ എക്സ്പാൻഡ് ആവും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ റിപ്പോർട്ടിലുള്ള എല്ലാ പേജ് നെയിംസും കാണാം. സോ ആ ബട്ടൺ ക്ലിക്കിൽ ഏത് പേജിലേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, യു ക്യാൻ സെലക്ട് ദാറ്റ് പേജ് നെയിം. സോ മന്ത്ലി റിപ്പോർട്ടിലേക്കാണ് ഈ ബട്ടൺ എന്നെ ടേക്ക് ചെയ്യേണ്ടത്. സോ ഐ എം സെലക്ടിങ് മന്ത്ലി റിപ്പോർട്ട്. സിമിലർലി നമുക്ക് ലെഫ്റ്റ് ആരോ ബട്ടൺ സെലക്ട് ചെയ്യാം, ആക്ഷൻ ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. ടൈപ്പ് പേജ് നാവിഗേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യേണ്ടത് ഹോം ആണ്. നൗ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺട്രോൾ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇറ്റ് ഇസ് ടേക്കിംഗ് മീ ടു ദ മന്ത്ലി റിപ്പോർട്ട് പേജ്. സെയിം വേ ഞാൻ ലെഫ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് മീ ടു ദ ഹോം പേജ്. സോ ബൈ ആഡിങ് ദീസ് ബട്ടൺസ് എനിക്ക് ലെഫ്റ്റ് ആരോ adding buttons, I can go to the next page, previous page, and I can come back to the home page. So ഞാൻ monthly report പേജിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആരോ ബട്ടൺസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമിലർലി ഓൺ ദ സമ്മറി പേജ് ആസ് വെൽ. അപ്പൊ ഈ പേജിലൊക്കെ നമുക്ക് ഹോം പേജിലേക്കുള്ള ബട്ടൺ വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ദാറ്റ് ഏത് പേജിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ പേജസിലേക്കും ആക്സസ് ഉള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദ നാവിഗേഷൻസ്. Now that our report is ready, let us publish it. So Power BI ഡെസ്ക്ടോപ്പിൽ നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് Power BI സർവീസിലേക്കാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. സോ Power BI സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് Power BI ഡെസ്ക്ടോപ്പിനെ സർവീസുമായിട്ട് കണക്ട് ചെയ്യാം. സോ ഫോർ ദാറ്റ് യു നീഡ് എ ബിസിനസ് മെയിൽ ഐ ഡി. ബിസിനസ് മെയിൽ ഐ ഡി യൂസ് ചെയ്ത് Power BI സർവീസിൽ, അതായത് app.powerbi.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് അഡ്രസ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കം ബാക്ക് ടു Power BI ഡെസ്ക്ടോപ്പ്. ഇവിടെ ഒരു സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് സൈൻ ഇൻ ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത Power BI സർവീസ് അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യുവർ അക്കൗണ്ട് വിൽ ബി കണക്റ്റഡ് ടു യുവർ Power BI ഡെസ്ക്ടോപ്പ്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റിപ്പോർട്ടിനെ പബ്ലിഷ് ചെയ്യാം. സോ റിപ്പോർട്ടിനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ റൈറ്റ് നൗ ഇത് Power BI ഡെസ്ക്ടോപ്പിലുള്ള റിപ്പോർട്ടാണ്. ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ, സോ ലെറ്റ് മീ ഗോ ടു ഫയൽ ആൻഡ് ഐ എം ചൂസിങ് സേവ് ആസ്, ആൻഡ് ഞാൻ ഒരു ഫോൾഡർ ചൂസ് ചെയ്യാണ്.
ഇതിൽ ഞാൻ ഈ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് .pbix എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ആവുന്നത്. .pbix എന്നുള്ളത് പവർ ബി ഐ ഫയലിന്റെ ഒരു ഫോർമാറ്റ് ആണ്. അത് നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇത് എൻഡ് യൂസേഴ്സിന് വ്യൂ ചെയ്യേണ്ടത് മേ ബി ഒരു PPT ആയിട്ടോ ഒരു PDF ആയിട്ടോ അവരുടെ മെയിലിൽ ഒരു ലിങ്ക് ആയിട്ടോ ആക്സസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം അവർക്ക് ഷെയർ ചെയ്യേണ്ടത്. സോ ഈ PBIX ഫയലിനെ എൻഡ് യൂസേഴ്സിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പവർ ബി ഐ സർവീസ്. സോ ഇറ്റ് ഈസ് ഫോർ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ. സോ പവർ ബി ഐ സർവീസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പവർ ബി ഐ ഡെസ്ക്ടോപ്പിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പബ്ലിഷ് ഇറ്റ്. സോ പബ്ലിഷ് ചെയ്യാനായിട്ട് യു ക്യാൻ കം ടു ദ ഹോം ടാബ്, ദെൻ ഫൈനലി ചേഞ്ചസ് എല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം യു ക്യാൻ ഗോ ടു ദ ഷെയർ ഗ്രൂപ്പ്. ഹോം ടാബിലുള്ള ഷെയർ ഗ്രൂപ്പിലേക്ക് വരിക. അതിൽ പബ്ലിഷ് എന്നൊരു ഐക്കൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഓൺ പബ്ലിഷ്. സോ പബ്ലിഷ് ടു പവർ ബി ഐ എന്നുള്ളൊരു പോപ്പപ്പ് വരും. അതിൽ യു ഹാവ് ടു സെലക്ട് എ ഡെസ്റ്റിനേഷൻ. അപ്പൊ ഞാൻ മൈ വർക്ക് സ്പേസ് എന്നുള്ള ഡെസ്റ്റിനേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഫോൾഡർ ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ മൈ പവർ ബി ഐ സർവീസ് അക്കൗണ്ട്. സോ ഞാൻ വർക്ക് സ്പേസ് ചൂസ് ചെയ്തു. ദെൻ സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ യു വിൽ ഗെറ്റ് a message like this, publishing the file to Power BI. It might take a few seconds. Once it complete ആയി കഴിഞ്ഞാൽ you will get a message. So we got a message like this, open the file in Power BI, which means successfully report publish ആയിട്ടുണ്ട്. Let us click on this open link. So open link click ചെയ്താൽ it is opening a web page. See, https://app.powerbi.com. So that is the Power BI service account. So select the account. So once account select ചെയ്ത് കഴിഞ്ഞാൽ you can see the report, published report. See, നമ്മൾ publish ചെയ്ത റിപ്പോർട്ട് Power BI സർവീസിൽ ഇതുപോലെ കാണാം. So on the left hand side, you can see the home page, then sales overview, monthly report, summary, all the pages you can see. So once Power BI സർവീസിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എൻഡ് യൂസേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലൈക്ക് എക്സ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പവർ പോയിന്റ് ആയിട്ടോ PDF ആയിട്ടോ ഷെയർ ചെയ്യാം. ഓൾസോ എംബഡ് ദ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ പോയിന്റ് ഓൺലൈനിലേക്ക് കണക്ട് ചെയ്യാം. ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇതിനെ പബ്ലിഷ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ ടീമിന് വേണ്ടിയിട്ട് നമുക്കതിനെ എംബഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് മെയിൽ ID-യിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺസ് യു ക്ലിക്ക് ഓൺ ദ ഷെയർ ഓപ്ഷൻ, ഇവിടെ മെയിൽ IDs ഓഫ് ദ റെസിപ്പിയൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഷെയർ ദിസ് റിപ്പോർട്ട്. അതർവൈസ് വി ക്യാൻ കോപ്പി ദ ലിങ്ക് ആൻഡ് ഷെയർ ഇറ്റ് ടു ദം. ടീംസിൽ ഷെയർ ചെയ്യാൻ പറ്റും, മെയിലായിട്ട് സെൻഡ് ചെയ്യാം. സോ ഓൾ ദീസ് ഓപ്ഷൻസ് ആർ അവൈലബിൾ. ഓൾസോ ദർ ഇസ് എൻ ഓപ്ഷൻ കോൾഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ഓപ്ഷൻ ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇഫ് യുവർ റിപ്പോർട്ട് ഗെറ്റ്സ് എൻ അപ്ഡേറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ഓർ ഓൺ അവർലി ബേസിസ്, നിങ്ങളുടെ റിപ്പോർട്ട് അവർലി ബേസിസിൽ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ ചേഞ്ച് ആകുവാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഇത് കൂടാതെ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡാഷ്ബോർഡ്സും ക്രിയേറ്റ് ചെയ്യാം. സോ ഹൈ ലെവൽ സമ്മറി ഡിസ്പ്ലേ ചെയ്യുന്ന ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും പവർ BI സർവീസ് നമുക്ക് യൂസ് ചെയ്യാം ബൈ കൊളാബറേറ്റിംഗ് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ്. ഫോർ ദ ഡാഷ്ബോർഡ്സ് ദാറ്റ് ചേഞ്ചസ് ദ ഡാറ്റ ഓവർ ടൈം, അതായത് അവർലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ചേഞ്ച് ചെയ്യുന്ന ഡാറ്റ ചേഞ്ച് ആവുന്ന ഡാഷ്ബോർഡ്സ് ആണെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ക്രിയേറ്റ് എ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഡാഷ്ബോർഡ് ഒരു ഗിവൺ സ്റ്റാർട്ട് ഡേറ്റ് തൊട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന എൻഡ് ഡേറ്റ് വരെ ഡെയിലി ഒരു സ്കെഡ്യൂൾഡ് ടൈമിൽ
സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ വെൻ യു സേവ് ദിസ് സബ്സ്ക്രിപ്ഷൻ, ഈ ഗിവൺ ഡേറ്റ് തൊട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എൻഡ് ഡേറ്റ് വരെ എല്ലാ ദിവസവും ഇപ്പൊ ഡെയിലി എന്നുള്ള ഫ്രീക്വൻസി പോലെ തന്നെ എനിക്ക് അവർലി, വീക്ക്ലി, മന്ത്ലി ഓപ്ഷൻസും സെറ്റ് ചെയ്യാം. ഡാറ്റ റിഫ്രഷിന് ശേഷം സെൻഡ് ചെയ്യുന്ന രീതിയിലും എനിക്കിത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ ഓൺ ദി ഗിവൺ റിപ്പീറ്റ് ഫ്രീക്വൻസി ഈ ഡാഷ്ബോർഡിനെ എൻഡ് യൂസേഴ്സിന്റെ മെയിൽ ഐ ഡിസിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഹിയർ യു ഹാവ് ആൻ ഓപ്ഷൻ ടു എൻ്റർ ദ മെയിൽ ഐ ഡിസ്. ഇവിടെ മെയിൽ സബ്ജക്റ്റും അതുപോലെ തന്നെ മെസ്സേജും, then whoever is the end users, the receivers. So receiversiന്റെ like mail IDs നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. And that's it. You have learned from loading data to Power BI Desktop to creating a report, publishing it to Power BI service, and then sharing it to the end users. And Power BI end-to-end video ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. താങ്ക് യു. So likewise, you can go to each and every section, like grid lines le povam. Grid lines le you can add a grid line, like I'm choosing a color, say black. സോ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഫോർ ഈച്ച് വാല്യൂ ഇൻ ദി വൈ ആക്സിസ് ഒരു ലൈൻ ആഡ് ആയത് പോലെ കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഗ്രിഡ് ലൈൻ. അഗൈൻ യു ക്യാൻ ടേൺ ഇറ്റ് ഓൺ ഓർ ഓഫ് ലൈക്ക് ദിസ്. ദെൻ സൂം സ്ലൈഡർ ഉണ്ട്. സോ ഇഫ് യു ആഡ് എ സൂം സ്ലൈഡർ യു ക്യാൻ അഡ്ജസ്റ്റ് ദി വൈ ആക്സിസ്. ഇതുപോലെ ഒരു സ്ലൈഡർ ആഡ് ചെയ്താൽ ഇപ്പോൾ റൈറ്റ് നൗ മാക്സിമം വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്, ഐ മീൻ മാക്സിമം എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂ വൈ ആക്സിസ് കാണിക്കുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് വാല്യൂസിന്റെ മിനിമം ആൻഡ് മാക്സിമം റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ ദാറ്റ് യു ക്യാൻ ആഡ് എ സൂം സ്ലൈഡർ. പിന്നെ കോളംസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ആഡ് ഡിഫറെന്റ് കളേഴ്സ് ടു ഈച്ച് ഡാറ്റ ബാർ, ഇതിൽ എല്ലാ ഡാറ്റ ബാറിനും ഡിഫോൾട്ട് ആയിട്ട് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. ബട്ട് ഓരോ ഡാറ്റ ബാറിനും ഓരോ കളേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോളംസ് എന്നുള്ള സെക്ഷനിൽ വരാം. അതിൽ അപ്ലൈ ടു ഓൾ കാറ്റഗറീസ് എന്നാണ് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഈ ഓൾ എന്നുള്ളത് ഡെൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഡെൽ എന്നുള്ള പ്രോഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റ ബാറിന് നമുക്കിപ്പോൾ ഒരു ഡിഫറെന്റ് കളർ കൊടുക്കാം. സോ ഐ എം ഗോയിങ് ടു ദിസ് സെക്ഷൻ. ഈ കളർ പാലറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് എ കളർ ലൈക്ക് ദിസ്. ഇതുപോലെ iPhone 11 ഒരു ഡിഫറെന്റ് കളർ കൊടുക്കണമെങ്കിൽ സെലക്ട് ഇറ്റ്, ദെൻ ചൂസ് ദ കളർ ലൈക്ക് ദിസ്. സോ ലൈക്ക് വൈസ് നമുക്ക് ഓരോ ഡാറ്റ ബാറിനും ഓരോ കളർ അസൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന് ബോർഡർ ആഡ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ആഡ് ബോർഡേഴ്സ്, എല്ലാ കാറ്റഗറീസിനും ബോർഡർ ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ഓൾ ഓപ്ഷൻ. കാറ്റഗറീസിൽ നിന്ന് ഓൾ എടുക്കുക, ബോർഡർ കൊടുക്കുക. ബോർഡറിന്റെ കളർ, അതിന്റെ തിക്നെസ്, ട്രാൻസ്പെറൻസി, ഇതെല്ലാം നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഈ വാല്യൂ ഓരോ പ്രോഡക്റ്റിന്റെയും എമൗണ്ട് എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ കർസർ വെക്കുമ്പോൾ, ആ ഡാറ്റ ബാറിൽ വെക്കുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ആ വാല്യൂ നമുക്ക് ഈ ഡാറ്റ ബാറിന്റെ മുകളിൽ വിസിബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ അത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. സോ അത് നമുക്ക് ഡാറ്റ ലേബിൾസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ പ്ലോട്ട് ഏരിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗ്രാഫിന്, ഈ വിഷ്വലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. സോ പ്ലോട്ട് ഏരിയ ബാക്ക്ഗ്രൗണ്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ ആഡ് ഫയൽ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബ്രൗസ് ഫോർ എൻ ഇമേജ്. സോ ഇതെല്ലാം വിഷ്വൽ സെക്ഷനിലുള്ള ഓപ്ഷൻസ് ആണ്. ഇത് കൂടാതെ ഫോർമാറ്റിംഗിൽ ജനറൽ സെക്ഷൻ ഉണ്ട്. ജനറൽ സെക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ ലെറ്റ് മി ഗീവ് എ ടൈറ്റിൽ. ഇപ്പൊ ഇതിലുള്ള ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ടോട്ടൽ എമൗണ്ട് ഓർ പ്രോഡക്റ്റ് വൈസ് എമൗണ്ട് എന്ന ടൈറ്റിൽ കൊടുക്കുകയാണ്. ദെൻ അത് കൂടാതെ നമുക്ക് അതിനെ ബോൾഡ് ആക്കാനും അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇഫക്ട്സ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു കളർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് എ കളർ ഫ്രം ദിസ്. അതിന് ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാം, വിഷ്വൽ ബോർഡർ കൊടുക്കാം, ഷാഡോ കൊടുക്കാം.
സോ ഇത്രയൊക്കെയാണ് നമുക്കൊരു വിഷ്വലിനെ ഫോർമാറ്റ് ചെയ്യാൻ പവർ ബി ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ്. ഇത് മാത്രമല്ല, യു ക്യാൻ ആഡ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഈ ഒരു എൻറ്റയർ റിപ്പോർട്ടിന്, ഈ ഒരു പേജിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. ടു ആഡ് ദാറ്റ് യു ക്യാൻ ഗോ ടു ദ പേജ് ഫോർമാറ്റിംഗ്. സോ പേജ് ഫോർമാറ്റിംഗിൽ പോയാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പേജിന്റെ നെയിം ചേഞ്ച് ചെയ്യാം. പേജ് 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്, യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ദെൻ ഈ പേജിന്റെ സൈസ് സെറ്റ് ചെയ്യാനും, അത് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും, വാൾപേപ്പേഴ്സ് ആഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ഈ ഒരു പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കണം എന്ന് വിചാരിക്കുക. സോ അതിനായിട്ട് ഇൻസേർട്ട് എന്നുള്ള ടാബിൽ പോയാൽ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ യൂസിങ് എ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇതിൽ ടൈറ്റിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ സാമ്പിൾ റിപ്പോർട്ട് എന്നോ അല്ലെങ്കിൽ മൈ ഫസ്റ്റ് പവർ ബി ഐ റിപ്പോർട്ട് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് ടൈറ്റിലായിട്ട് കൊടുക്കാം. അതല്ലാതെ നമുക്ക് ബട്ടൺസ്, ഷേപ്സ്, ഇമേജസ് ഒക്കെ നിങ്ങളുടെ റീക്വയർമെന്റ്സിനനുസരിച്ച് റിപ്പോർട്ടിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും പവർ ബി ഐയിലുണ്ട്. ഓൾസോ ആസ് യു ക്യാൻ സി, ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് ആഡഡ് എ ടെക്സ്റ്റ് ബോക്സ്. ഞാൻ ഈ പേജിന്റെ ടൈറ്റിലായിട്ട് സെയിൽസ് ഓവർവ്യൂ എന്നുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. ഓൾസോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ് ചെയ്തു. ഹാവ് ആഡഡ് വാൾപേപ്പേഴ്സ്, ഐ ഹാവ് ആഡഡ് ഇമേജസ്. അത് കൂടാതെ വിഷ്വൽസിനെയും ഫോർമാറ്റ് ചെയ്തു. യു ക്യാൻ എക്സ്പ്ലോർ ഓൾ ദി ഓപ്ഷൻസ് ഹിയർ. സോ ഇവിടെ ഞാൻ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു, പ്രോഡക്റ്റ് വൈസ് എമൗണ്ട്. അതിൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തു യൂസിങ് ദ ഫോർമാറ്റിംഗ് സെക്ഷൻ ഇൻ ദ വിഷ്വലൈസേഷൻ പെയിൻ. ഇനി ഫോർമാറ്റിംഗ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത വിഷ്വലിൽ നിന്ന് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ച് മറ്റു വിഷ്വൽസിനും നമുക്ക് ഇതേ ഫോർമാറ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ഡേറ്റ് വൈസ് യൂണിറ്റ്സ്, അതായത് അക്കോർഡിംഗ് ടു ദ ഡേറ്റ് എത്ര യൂണിറ്റ്സ് സെയിൽ ആയി എന്നുള്ള ഒരു വിഷ്വൽ നമുക്ക് വേണം എന്ന് വിചാരിക്കാം. സോ ഐ എം ഗോയിങ് ടു ആഡ് ഡേറ്റ് ഫ്രം ദിസ് ടേബിളിൽ നിന്ന് ഡേറ്റ് ആഡ് ചെയ്തു. ആൻഡ് പ്രൈസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യു ക്യാൻ ചൂസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഞാൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഡേറ്റ് റിലേറ്റഡ് ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ലൈൻ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു എ ലൈൻ ചാർട്ട്. ഇതിനെ എനിക്ക് ലൈക്ക് ഇയർ വൈസ് സെയിൽസ് ആണ് ഇപ്പോൾ ഈ ടേബിളിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ വിഷ്വലിൽ. സോ ഐ എം കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു മന്ത് വൈസ് സെയിൽസ്. സോ ഞാൻ ഈ ഹൈറാർക്കിയിൽ നിന്ന് ഇയർ ആൻഡ് ക്വാർട്ടർ റിമൂവ് ചെയ്തു, സോ ദാറ്റ് എനിക്ക് ഓരോ മന്തിലെയും സെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇപ്പൊ ഒരു ലൈൻ ചാർട്ട് ആയിട്ട് ആഡ് ചെയ്തു. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത ഫോർമാറ്റിംഗ് സ്റ്റെപ്സ് എല്ലാം ചെയ്താലായിരിക്കും ഇതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുക. ബട്ട് ഇൻ പവർ ബി ഐ യൂസിങ് ഫോർമാറ്റ് പെയിന്റർ എനിക്ക് ക്വിക്ക് ആയിട്ട് ഈ വിഷ്വലിനെ ഫോർമാറ്റ് ചെയ്യാം. അതിനായിട്ട് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ വിഷ്വൽ ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി ഫോർമാറ്റഡ്. ഓൾറെഡി ഫോർമാറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽ എടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിന്റർ. ഇതിലേക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട വിഷ്വലിൽ ക്ലിക്ക് ചെയ്യുക. സി, എനിക്ക് ഇതേ ഫോർമാറ്റിംഗ് ഈ വിഷ്വലിനും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദ ഫോർമാറ്റ് പെയിന്റർ എനിക്ക് ഈസി ആയിട്ട് വിഷ്വൽസിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് എത്ര വിഷ്വൽസ് വേണോ അത്രയും വിഷ്വൽസിനെ പേജസിൽ ആഡ് ചെയ്യുക. ആൻഡ് യൂസിങ് ദ ഫോർമാറ്റ് പെയിന്റർ നമുക്ക് വിഷ്വൽസിനെ ഈസി ആയിട്ട് ഫോർമാറ്റ് ചെയ്യാം. സോ ഞാൻ ഫ്യൂ മോർ വിഷ്വൽസ് ഈ പേജിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഈ പേജിൽ ഞാൻ ലൈൻ ചാർട്ട് കൂടാതെ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഒരു സ്റ്റാക്ഡ് കോളം ചാർട്ട്, ലൈൻ ആൻഡ് സ്റ്റാക്ഡ് കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഫോർമാറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫോർമാറ്റ് ചെയ്തത്. ഫോർമാറ്റ് ചെയ്ത വിഷ്വൽ യൂസ് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്ത് വിഷ്വൽ ഫോർമാറ്റ് ചെയ്തു. ആൻഡ് മൈ ഫസ്റ്റ് പേജ് ഈസ് റെഡി. നമുക്ക് ഈ പേജിന് ഒരു പേര് കൊടുക്കാം. സോ ഡിഫോൾട്ടായിട്ട് പേജ് 1 എന്നായിരിക്കും കാണാൻ പറ്റുക. സോ ഞാനിതിന് സെയിൽസ് ഓവർവ്യൂ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് പേജ് ഈസ് റെഡി. ഫോർമാറ്റിംഗ് ഡൺ ആൻഡ് പേജ് ഫോർമാറ്റിംഗ് ഡൺ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ, റൈറ്റ് നൗ ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പേജാണ്, നമുക്ക് ഇതിനെ എങ്ങനെ ഡൈനാമിക് ആക്കാം നോക്കാം. സോ ഡൈനാമിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ ബി ഐയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് സ്ലൈസർ. സോ സ്ലൈസർ ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ എ പേജ്. അത്
യൂസറിന് കൺട്രോൾ കൊടുത്തിട്ട് യൂസിങ് ദ സ്ലൈസർ വിഷ്വൽ ദ യൂസർ ക്യാൻ കൺട്രോൾ ദ ഹൗ ദ പേജ് ലുക്സ് ലൈക്ക്. അതായത് എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റിയിൽ മാത്രമുള്ള ഡാറ്റ കണ്ടാൽ മതി എന്ന് വിചാരിക്കുക. ഐ ക്യാൻ യൂസ് എ സ്ലൈസർ ടു ഫിൽറ്റർ ഇറ്റ്. സോ ലെറ്റ് സി ഹൗ വി ക്യാൻ യൂസ് എ സ്ലൈസർ. സോ ഫ്രം ദ വിഷ്വലൈസേഷൻ പെയിൻ ഞാനൊരു സ്ലൈസർ വിഷ്വൽ ആഡ് ചെയ്തു. യു ക്യാൻ സി എ സ്ലൈസർ ഇസ് ആഡഡ് ഹിയർ. എനിക്കിപ്പോൾ സിറ്റിയുടെ ബേസിസിൽ ഐ വോണ്ട് ടു സോർട്ട് ദിസ് ഓർ ഐ വോണ്ട് ടു ഫിൽറ്റർ ദിസ്. സോർട്ടിംഗ് അല്ല, ഐ വോണ്ട് ടു ഫിൽറ്റർ ദിസ്. സോ ഫോർ ദാറ്റ് ഞാനൊരു സ്ലൈസർ വിഷ്വൽ ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ സിറ്റി എന്നുള്ള ഫീൽഡിനെ ആഡ് ചെയ്യും. സോ ആസ് യു ക്യാൻ സി ഏതൊക്കെ സിറ്റീസ് ആണോ ഈ ഡാറ്റയിലുള്ളത് ആ സിറ്റീസ് എല്ലാം ഒരു ലിസ്റ്റ് പോലെ അപ്പിയർ ആയി. അപ്പൊ ഇതില് എനിക്ക് ബാംഗ്ലൂർ സിറ്റിയിലെ മാത്രം ഡാറ്റയാണ് ഈ പേജിൽ കാണേണ്ടതെങ്കിൽ വി ക്യാൻ ഫിൽറ്റർ ഇറ്റ് ലൈക്ക് ദിസ്. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് ചെക്ക് ബോക്സ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ മാത്രം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സിമിലർലി നമുക്ക് കൊച്ചിനിലെ ഡാറ്റ കാണണമെങ്കിൽ യു ക്യാൻ സെലക്ട് കൊച്ചിൻ. സപ്പോസ് കൊച്ചിൻ ഡൽഹി എന്നുള്ള രണ്ട് സിറ്റീസിലെയും കമ്പൈൻഡ് ആയിട്ട് കാണണമെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ദ കൺട്രോൾ കീ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് രണ്ടും സെലക്ട് ചെയ്യാം. സോ മൾട്ടി സെലക്ട് ഓപ്ഷൻ ഇസ് ഓൾസോ അവൈലബിൾ. ദെൻ ജസ്റ്റ് ലൈക്ക് നമ്മൾ മറ്റുള്ള വിഷ്വൽസിനെ ഫോർമാറ്റ് ചെയ്തതുപോലെ നമുക്ക് സ്ലൈസേഴ്സിനെയും ഫോർമാറ്റ് ചെയ്യാം. ഇതിപ്പോ ഒരു ഒരു ലിസ്റ്റ് ഫോർമാറ്റിലാണ് നമുക്ക് ഈ സിറ്റി സ്ലൈസർ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലൈസർ സെറ്റിംഗ്സിൽ പോയാൽ വെർട്ടിക്കൽ ലിസ്റ്റിനെ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ആസ് എ ടൈൽ ഓർ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ടോ നിങ്ങളുടെ റീക്വയർമെന്റിനനുസരിച്ച് പേജിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ സി ഞാനിവിടെ ഈ പേജിൽ രണ്ട് സ്ലൈസേഴ്സ് ആഡ് ചെയ്തു. ഒരു സ്ലൈസർ സിറ്റി സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. സപ്പോസ് എനിക്ക് അമർ എന്നുള്ള സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ഡീറ്റെയിൽസ് ആണ് കാണേണ്ടതെങ്കിൽ അമർ സെലക്ട് ചെയ്യുക. സോ അമർ എന്ന റെപ്രസെന്റേറ്റീവിന്റെ മാത്രം ഡാറ്റയാണ് ഇപ്പോൾ ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സപ്പോസ് അമർ ആൻഡ് ആസിഫ് രണ്ടുപേരുടെയും കമ്പൈൻ ചെയ്ത് കാണണമെങ്കിൽ യു ക്യാൻ യൂസ് ദ കൺട്രോൾ കീ ആൻഡ് സെലക്ട് ആസിഫ്. സോ രണ്ട് എംപ്ലോയീസിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ യൂസ് എ സ്ലൈസർ വിഷ്വൽ. നമുക്ക് പേജിനെ ഡൈനാമിക് ആക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലൈസർ വിഷ്വൽ. ഓൾസോ നമുക്ക് ഒന്നിലധികമോ സ്ലൈസർ വിഷ്വൽസിനെ നമ്മുടെ പേജിൽ റിക്വയർമെന്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡാക്സ് എഴുതാം എന്നുള്ളതാണ്. സോ പവർ ബി ഐ പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഡാക്സ് ഫങ്ഷൻസ് ആണ്. നിങ്ങൾ എക്സൽ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഫോർമുലാസ് എഴുതിയിട്ടുണ്ടാവും. മേ ബി അറ്റ്ലീസ്റ്റ് യു മൈറ്റ് നോ ദർ ആർ ഫങ്ഷൻസ് ഇൻ എക്സൽ. സോ എക്സലിൽ ഫങ്ഷൻസ് അവൈലബിൾ ആയതുപോലെ തന്നെ പവർ ബി ഐയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് ഡാക്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഡാക്സ് ഫങ്ഷൻസ് ആർ ഇൻബിൽറ്റ് ഫങ്ഷൻസ് വിച്ച് ആർ യൂസ് ടു ക്രിയേറ്റ് ന്യൂ മെഷേഴ്സ്. പുതിയ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻബിൽറ്റ് ഫങ്ഷൻസിനെയാണ് ഡാക്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് എങ്ങനെ ഡാക്സ് ഫങ്ഷൻസ് ഉപയോഗിച്ച് ഒരു പുതിയ മെഷറിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര ക്വാണ്ടിറ്റി സെയിൽ ആയിട്ടുണ്ട് എന്ന് അറിയണം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി സോൾഡ്? അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു മെഷർ എഴുതുകയാണ്. സോ ടു ക്രിയേറ്റ് എ മെഷർ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗോ ടു ദ കാൽക്കുലേഷൻസ് ഗ്രൂപ്പ്. ഹോം ടാബിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഗ്രൂപ്പ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ടേബിൾ ടൂൾസിൽ കാൽക്കുലേഷൻസ് എന്നുള്ള ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിൽ യു ക്യാൻ സി ന്യൂ മെഷർ. സോ ഞാനിവിടെ ന്യൂ മെഷർ എന്നുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഷർ ടൂൾസ് എന്നൊരു ടാബ് ഓപ്പൺ ആയി വരും. അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു ഡാക്സ് ഏരിയയും കൂടി കാണാൻ പറ്റും. സോ ഞാനിവിടെ ടോട്ടൽ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ മെഷറിന്റെ പേര് ടോട്ടൽ യൂണിറ്റ്സ്. സോ കൺട്രോൾ ആൻഡ് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ യൂണിറ്റ്സ് കാണേണ്ടത് എങ്ങനെയാണ്? നമുക്ക് നമ്മളുടെ ടേബിളിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. സോ അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ യൂണിറ്റ്സ് അവൈലബിൾ ആവും. ഞാനിവിടെ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് സം എന്നുള്ള ഫംഗ്ഷനാണ്. സോ സം എന്നുള്ള ഫംഗ്ഷൻ
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു കോളം, ആ ഫംഗ്ഷനിലേക്ക് ഞാനൊരു കോളം നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിലുള്ള എല്ലാ നമ്പേഴ്സിനെയും അത് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും റിട്ടേൺ ചെയ്ത് തരുന്നത്. സോ സം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എസ് എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും ഡാക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നു. ഇതിൽ എനിക്ക് വേണ്ടത് സം ആണ്. സോ ഐ എം സെലക്ടിങ് സം. വൺസ് നമ്മൾ ഫംഗ്ഷന്റെ നെയിം എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ എന്തൊക്കെ ഇൻപുട്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് ബ്രാക്കറ്റ്സിൽ കാണിക്കും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് അക്സെപ്റ്റിംഗ് എ കോളം നെയിം. അത് കൂടാതെ ഇതിന്റെ താഴെയായിട്ട് ഈ ഫംഗ്ഷന്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് കാണാം. സോ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആഡിങ് ഓൾ ദ നമ്പേഴ്സ് ഇൻ എ കോളം. ഒരു ഗിവൺ കോളത്തിലെ എല്ലാ നമ്പേഴ്സിനെയും അത് ആഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് വേണ്ടത് ടോട്ടൽ യൂണിറ്റ്സ് ആണ് കാണേണ്ടത്. സോ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ള കോളമാണ്. ആൻഡ് ഓൾസോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ട് ഇൻപുട്ട് ചെയ്യാവുന്ന എല്ലാ കോളംസിനെയും ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് യു ക്യാൻ ജസ്റ്റ് ടാപ്പ് ഓൺ ദിസ് ഓർ ക്ലിക്ക് ഓൺ ദിസ്. നമ്പർ ഓഫ് യൂണിറ്റ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡാക്സ് ഏരിയയുടെ പുറത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ യൂണിറ്റ്സ് എന്നുള്ള മെഷർ ഇവിടെ ക്രിയേറ്റഡ് ആയി. ഇതിനെ നമുക്കിനി മറ്റുള്ള കോളംസ് വിഷ്വലൈസ് ചെയ്തതുപോലെ വിഷ്വലൈസ് ചെയ്യാം. സോ ഞാൻ ടോട്ടൽ യൂണിറ്റ്സിന് നേരെയുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. എനിക്കത് ഡിഫോൾട്ട് ആയിട്ടൊരു കോളം ചാർട്ട് ആയിട്ടാണ് വന്നത്. അതിനെ എനിക്കൊരു കാർഡ് വിഷ്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് എ കാർഡ് വിഷ്വൽ. അതായത് സിംഗിൾ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ആണ് കാർഡ് വിഷ്വൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ സെയിൽസ്മാൻ, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് എമൗണ്ട് കളക്റ്റഡ്, ടോട്ടൽ പ്രോഫിറ്റ് ഏൺഡ്, ഇങ്ങനെയൊക്കെയുള്ള സിംഗിൾ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ കാർഡ് വിഷ്വൽസ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. സി, ടോട്ടൽ യൂണിറ്റ്സ് എന്നുള്ള ആ മെഷറിന്റെ പേരും ആ വാല്യൂവും നമുക്കിവിടെ ഈ ഒരു കാർഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. മറ്റു വിഷ്വൽസ് ഫോർമാറ്റ് ചെയ്തതുപോലെ നമുക്ക് ഈ വിഷ്വലിനെയും ഫോർമാറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ടോട്ടൽ യൂണിറ്റ്സ് എന്നുള്ള കാർഡ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു മെഷറും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് ടോട്ടൽ സെയിൽസ് എമൗണ്ട് കാണണം. സോ ടോട്ടൽ സെയിൽസ് എമൗണ്ട് കാണണമെങ്കിൽ നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന കോളം ഉണ്ട്, പ്രൈസും ഉണ്ട്. സോ പ്രൈസിനെ യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ സെയിൽസ് എമൗണ്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് അടുത്ത മെഷറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ ഗോ ടു ടേബിൾ 1, ന്യൂ മെഷർ. ഇറ്റ് വിൽ ഓപ്പൺ അപ്പ് ദ ഡാക്സ് ഏരിയ. ദെൻ മെഷർ നെയിം ആയിട്ട് ടോട്ടൽ സെയിൽസ് എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു, ഞാൻ സം ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോറി, സം ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ആക്സെപ്റ്റ്സ് ഓൺലി വൺ കോളം. നമുക്ക് പക്ഷേ ഇവിടെ ടോട്ടൽ യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ സം ഫംഗ്ഷൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ബിക്കോസ് നമുക്ക് സെയിൽ എന്ന് പറയുന്ന ഒരു സിംഗിൾ കോളം ഇല്ല. ഇവിടെ നമുക്ക് ഇൻസ്റ്റഡ് യൂസ് ചെയ്യാവുന്ന ഫംഗ്ഷൻ ആണ് സം എക്സ്. സോ ഞാൻ സം എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇതിൽ ടേബിൾ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ രണ്ട് ഇൻപുട്സ് കാണാം. ടേബിൾ ആയിട്ട് നമ്മുടെ ടേബിൾ 1 എന്ന് കൊടുക്കുകയാണ്, വിച്ച് ഇസ് അവർ ടേബിൾ നെയിം, കോമ. എക്സ്പ്രഷനിൽ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ പ്രൈസ്, ടേബിൾ 1 പ്രൈസ് സെലക്ട് ചെയ്യുന്നു, വിച്ച് ഇസ് അവർ കോളം നെയിം. മൾട്ടിപ്ലൈ ചെയ്യാൻ സ്റ്റാർ എന്നുള്ള സിമ്പൽ ഉപയോഗിക്കാം, ഫോളോഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡാക്സ് ഏരിയയുടെ പുറത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് എന്നുള്ള മെഷർ ഇവിടെ ക്രിയേറ്റഡ് ആയി. സോ ഞാൻ അതിനെയും കാർഡ് വിഷ്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ടോട്ടൽ സെയിൽസ് അതിന് പേര് കൊടുത്തു. ആൻഡ് ഐ ഹാവ് ആഡഡ് ആൻ ഐക്കൺ, ഐ ഹാവ് ആഡഡ് എ ഫോർമാറ്റിംഗ് ഫോർ വിഷ്വൽ. സോ ഫസ്റ്റ് പേജിൽ ഇതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് പേജിലും ആവശ്യമുള്ള വിഷ്വൽസ് ആഡ് ചെയ്തു. ഇവിടെ ഞാനൊരു സ്ലൈസർ ആഡ് ചെയ്തു ടു സെലക്ട് ദ മന്ത്. ദെൻ ഓരോ പ്രോഡക്റ്റിന്റെയും മന്ത്ലി സെയിൽസ് ആണ് ഈ ട്രീ മാപ്പ് വിഷ്വലിൽ കാണുന്നത്. ദെൻ യു ക്യാൻ സീ ദ 2 cards which we have already created.
പിന്നെ സെയിൽസ് ബൈ ഡേ, ഓരോ ഡേയിലെയും സെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ലൈൻ ചാർട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സിറ്റി വൈസ് സെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മാപ്പ് വിഷ്വലും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ റിപ്പോർട്ട് ഇവിടെ റെഡിയായി. ഫസ്റ്റ് പേജ് ആൻഡ് സെക്കൻഡ് പേജ് ഇസ് ആഡഡ്. നൗ നമുക്ക് ഈ പേജസ് തമ്മിൽ എങ്ങനെ നാവിഗേഷൻസ് സെറ്റ് ചെയ്യാം, ഇതിനെങ്ങനെ ഒരു ഫസ്റ്റ് പേജ് ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം.